അധ്യായം 1. മഞ്ഞു വീണ പാതകൾ. മാമലശ്ശേരിയുടെ പ്രഭാതം തുടങ്ങുന്നത് പക്ഷികളുടെ ചിലക്കലോടെയല്ല, മറിച്ച് മലയിടുക്കുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന പള്ളിയിലെ മണിനാദത്തോടും അമ്പലത്തിലെ സംഗീത സോപാനത്തോടൊപ്പവുമാണ്. നഗരത്തിന്റെ പുകമറകളിൽ നിന്നും രക്ഷപ്പെട്ട് KSRTC ബസ് കുന്നുകയറി വരുമ്പോൾ മീരയുടെ കണ്ണുകൾ വിടർന്നു തന്നെയിരുന്നു. കണ്ണാടിയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പച്ചപ്പിന്റെ അനന്തമായ കാഴ്ചകൾ, വളഞ്ഞു പൊളഞ്ഞ റോഡുകൾക്ക് ഇരുവശവും ആഴമുള്ള താഴ്വരകൾ, ഇടയ്ക്കിടെ കാണുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങൾ മീരയുടെ മനസ്സിലെ ആശങ്കകളെ തണുപ്പിച്ചു. ഒരു സംഗീത അധ്യാപികയായി സർക്കാർ സ്കൂളിൽ സേവനം ലഭിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇപ്പോഴും അവളുടെ കാതുകളിലുണ്ട്. മീരെ, അതൊരു മലയോര ഗ്രാമമാണ്. സൗകര്യങ്ങൾ കുറവായിരിക്കും, പക്ഷെ അവിടുത്തെ മനുഷ്യർക്ക് സ്വർണത്തിന്റെ മനസ്സായിരിക്കും. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ സമയം രാവിലെ 8 മണി കഴിഞ്ഞിരുന്നു. ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ആവി പറക്കുന്ന പുട്ടിന്റെയും കടലക്കറിയുടെയും മണം വരുന്നുണ്ട്. ലഗേജും പിടിച്ചു നിൽക്കുന്ന മീരയെ നാട്ടുകാർ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. നഗരത്തിലെ വേഷവിധാനവും അവളുടെ ആത്മവിശ്വാസം തുടിക്കുന്ന മുഖവും അവൾ ഒരു പുറത്തുകാരിയാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മോളെ, സ്കൂളിലേക്കാണോ? കടയുടെ തിണ്ണയിലിരുന്നൊരു വൃദ്ധൻ ചോദിച്ചു. മീര പുഞ്ചിരിച്ചുകൊണ്ട് അതേ എന്ന് തലയാട്ടി. എങ്കിൽ ഇപ്പോൾ തന്നെ നടന്നോ? 10 മണിക്ക് ബെല്ലടിക്കും മുമ്പേ കുന്നിന് മുകളിൽ എത്തണം. ദാ ആ കാണുന്ന മൺപാതയിലൂടെ അങ്ങ് മുകളിലേക്ക് പോയാൽ മതി. അപ്പോഴാണ് ദൂരെ നിന്നൊരാൾ നടന്നു വരുന്നത് മീര ശ്രദ്ധിച്ചത്. പരുക്കൻ ജീൻസും കള്ളിമുണ്ടുമെടുത്ത വിയർപ്പിന്റെയും മണ്ണിന്റെയും മണമുള്ള ഒരു യുവാവ്. അവന്റെ കയ്യിൽ ഒരു വലിയ മുളവടിയുണ്ട്. അവൻ മീരയുടെ അടുത്തേക്ക് വന്നു. ടീച്ചറാണല്ലേ? സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു. പുതിയ ആളാണെന്ന് കരുതി ആരോടെങ്കിലും ഒന്ന് വഴി കാണിച്ചു കൊടുക്കാൻ ഹെഡ് മാസ്റ്റർ പറഞ്ഞിരുന്നു. ഞാൻ മാധവൻ. അവൻ തന്റെ വലത് കൈ നെഞ്ചോട് ചേർത്ത് ഒന്ന് വണങ്ങി. അവന്റെ കണ്ണുകളിൽ ഒരു നിഗൂഢത മീര കണ്ടു. ഗ്രാമീണമായ നിഷ്കളങ്കതക്കപ്പുറം എന്തോ ഒന്ന്. അവർ നടത്തം തുടങ്ങി. ഈ കാട് കാണുന്ന പോലെ അത്ര പാവമല്ല ടീച്ചറെ, നടത്തത്തിനിടയിൽ മാധവൻ പറഞ്ഞു. രാത്രിയായാലും ഇവിടുത്തെ നിയമങ്ങളൊക്കെ മാറും. ആനയും പന്നിയും ഒക്കെ ഇറങ്ങും. പകൽ സമയത്ത് ഈ വഴിയിലൂടെ ഒറ്റക്ക് നടക്കുമ്പോൾ സൂക്ഷിക്കണം. കാട്ടുചെടികൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്ന അട്ടകളെ കാണാൻ പറ്റില്ല. മീര ഒന്ന് ഞെട്ടി. അവൾ തന്റെ കാലുകളിലേക്ക് നോക്കി. ഇത് കണ്ട മാധവൻ ഒന്ന് ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമില്ല, മറിച്ച് ഒരു തരം കരുതലായിരുന്നു. പേടിക്കണ്ട, ഞാൻ കൂടെയുള്ളപ്പോൾ ഒന്നും സംഭവിക്കില്ല. സംഗീതം പഠിപ്പിക്കാൻ വരുന്നവർക്ക് കുറച്ച് ധൈര്യമൊക്കെ വേണം. മാമലശ്ശേരിയിലെ കാറ്റിന് പോലും ഒരു താളമുണ്ട്. അത് കേൾക്കാൻ പഠിച്ചാൽ മതി. അവർ സ്കൂളിലേക്കുള്ള കയറ്റം കയറാൻ തുടങ്ങി. വഴിയരികിൽ പൂത്തു നിൽക്കുന്ന നീലക്കൊടുവേലി പൂക്കൾ മീരയ്ക്കു നേരെ തലയാട്ടി. മാധവൻ ഓരോ മരത്തെയും ഓരോ പക്ഷിയെയും മീരയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൾക്കത് വെറുമൊരു യാത്രയല്ല, ഒരു പുതിയ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കലായിരുന്നു. കുന്നിൻ മുകളിലെ ആ പഴയ കെട്ടിടമായിരുന്നു മാമലശ്ശേരിയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ. സ്കൂളിന്റെ മുറ്റത്ത് നിൽക്കുന്ന കൂറ്റൻ വാഗമരങ്ങൾ അപ്പോഴും ചുവന്ന പൂക്കൾ ചൊരിയുന്നുണ്ടായിരുന്നു. മാധവൻ സ്കൂൾ ഗേറ്റിന് അടുത്തുവരെ മീരയെ കൂട്ടി. ടീച്ചറെ, ഇതാണ് ടീച്ചറുടെ പുതിയ സാമ്രാജ്യം. മാധവൻ ഒന്ന് ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെയുള്ള കുട്ടികൾക്ക് പാട്ടും സംഗീതവും ഒക്കെ കുറച്ച് അകലെയാണ്. അവർക്ക് മണ്ണും മഴയും കാടും മാത്രമേ അറിയൂ. ടീച്ചർ അവരെ പുതിയ ലോകങ്ങൾ കാണിക്കുമെന്ന് കരുതുന്നു. മീര അവനെ നന്ദിയോടെ നോക്കി. മാധവൻ ഇവിടെ എന്താ ചെയ്യുന്നത്? കൃഷിയാണോ? മാധവൻ ഒന്ന് പുഞ്ചിരിച്ചു. ഞാനൊരു കർഷകനാണ്, പിന്നെ ഈ കാടിന്റെ കാവൽക്കാരനും. ആവശ്യമുള്ളപ്പോൾ എന്നെ ഇവിടെയൊക്കെ തന്നെ കാണും. അതും പറഞ്ഞ് അവൻ വേഗത്തിൽ കുന്നിറങ്ങിപ്പോയി. മീര സ്കൂൾ ഓഫീസിലേക്ക് നടന്നു. ഹെഡ് മാസ്റ്റർ രാഘവൻ പിള്ള സർ ഒരു പഴയ കസേരയിലിരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു. മീരയെ കണ്ടതും അദ്ദേഹം കണ്ണട താഴ്ത്തി നോക്കി. ആഹാ, സംഗീതാധ്യാപക എത്തിയോ? വരൂ മീര ടീച്ചർ, ഞങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ പാട്ട് പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസം തന്നെ മീരയ്ക്ക് മനസ്സിലായി ഇതൊരു സാധാരണ സ്കൂളല്ലെന്ന്. ഇവിടുത്തെ കുട്ടികൾ നഗരത്തിലെ കുട്ടികളെ പോലെയല്ല. അവരുടെ കണ്ണുകളിൽ ഒരു തരം വന്യമായ തിളക്കമുണ്ട്. ഉച്ച കഴിഞ്ഞ് മീര തന്റെ ആദ്യ ക്ലാസ്സിലേക്ക് നടന്നു. 8ാം ക്ലാസ്സിലെ കുട്ടികളായിരുന്നു അത്. ബ്ലാക്ക് ബോർഡിന് മുന്നിൽ നിൽക്കുമ്പോൾ മീരയ്ക്ക് നേരിയ പരിഭ്രമം തോന്നി. അവൾ വിരലുകൾ കൊണ്ട് ഡെസ്കിൽ ഒരു താളം പിടിച്ചു. എന്നിട്ട് പതുക്കെ പാടി തുടങ്ങി. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ. ക്ലാസ് മുറി പെട്ടെന്ന് നിശബ്ദമായി. ജനാലയ്ക്കൽ വന്നിരുന്ന കിളികൾ പോലും പാട്ട് കേൾക്കാൻ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പാടി നിർത്തിയപ്പോൾ കുട്ടികളുടെ മുഖത്ത് വിസ്മയമായിരുന്നു. ആ കൂട്ടത്തിൽ പിൻബെഞ്ചിലിരുന്ന ഒരു കൊച്ചു പയ്യൻ എഴുന്നേറ്റ് നിന്നു. ടീച്ചറെ, മാധവൻ ചേട്ടൻ പാടുന്ന പോലെ തന്നെ നല്ല രസമുണ്ട് കേൾക്കാൻ. മീരയ്ക്ക് അത്ഭുതം തോന്നി. മാധവൻ പാടുവോ? പിന്നല്ലാതെ, കാട്ടിലെ പക്ഷികളും പുഴയും പാടുന്നത് മാധവൻ ചേട്ടൻ പറഞ്ഞു തന്നാണല്ലോ ഞങ്ങൾ പഠിക്കുന്നത്. മറ്റൊരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു. വൈകുന്നേരം സ്കൂൾ വിട്ട് മീര താമസ സ്ഥലത്തേക്ക് നടന്നു. സ്കൂളിനടുത്തുള്ള ഒരു ചെറിയ ഔട്ട് ഹൗസിലാണ് അവർക്ക് താമസം ഒരുക്കിയിരിക്കുന്നത്. വഴിയിൽ വീണ്ടും മാധവനെ കണ്ടു. അവൻ തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു. ചെളിയായ കൈകൾ തോർത്തിൽ തുടച്ച് അവൻ മീരയുടെ അടുത്തേക്ക് നടന്നു. ആദ്യ ദിവസം തന്നെ എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറെ? കുട്ടികളെ പേടിപ്പിച്ചോ? ഇല്ല, അവർ പാവങ്ങളാണ്. പക്ഷെ മാധവൻ പാടുമെന്ന് അവർ പറഞ്ഞല്ലോ. അത് എന്നോട് പറഞ്ഞില്ല. മീര ചെറുതായി ഒന്ന് പരിഭവിച്ചു. മാധവൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു നിഗൂഢത വീണ്ടും മീര ശ്രദ്ധിച്ചു. എന്റെ പാട്ട് ഈ കാടിന് വേണ്ടി മാത്രമുള്ളതാണ് മീരെ. മനുഷ്യർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അന്ന് രാത്രി ജനാലയ്ക്കൽ വന്നിരുന്ന മഞ്ഞുമൂടിയ മലനിരകളെ നോക്കിക്കിടക്കുമ്പോൾ മീരയുടെ മനസ്സിൽ മാധവന്റെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. ഈ ഗ്രാമത്തിനും അതുപോലെ തന്നെ മാധവനും എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്. അത് കണ്ടെത്താതെയുള്ള ഒരു മടക്കയാത്ര ഇനി സാധ്യമല്ലെന്ന് അവൾക്ക് തോന്നി.